പോർച്ചുഗീസ് അധിനിവേശത്തോടെയാണ് ഇവിടെ കത്തോലിക്ക സഭ പിറവിയെടുത്തത്. നമ്മുടെ സഭയുടെ ചരിത്രം പേർഷ്യൻ സാമ്രാജ്യത്തിലാണ്. എഡീസ എന്ന് പറഞ്ഞൊരു ചെറിയ രാജ്യം ഉണ്ടായിരുന്നു. റോമാ സാമ്രാജ്യത്തിനും പേർഷ്യൻ സാമ്രാജ്യത്തിനും ഇടയ്ക്കലായിട്ട് കിടന്നിരുന്ന എഡീസ, അവിടുത്തെ രാജാവ് അബ്ഗാർ രാജാവ് യേശുക്രിസ്തുവിനെ എഴുത്തെഴുതിയെന്നും യേശുക്രിസ്തുവിൻ്റെ കാലശേഷം അവിടെ ശിഷ്യന്മാർ വന്ന് സഭ സ്ഥാപിച്ചു എന്നുള്ളതാണ്. അപ്പോൾ തോമസ് ലീഹയാണ് അവിടെ സ്ഥാപിച്ചത്. അതിന് ശേഷമാണ് തോമസ് ലീഹ ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ബിഷപ്പുമാർ വരുന്നതൊക്കെ അവിടെ നിന്നാണ്. പിന്നെ അവിടെ ഉപയോഗിക്കുന്ന സുറിയാനി ഭാഷയാണ് നമ്മളും ഉപയോഗിക്കുന്നത്. പക്ഷേ പലപ്പോഴും ചരിത്രത്തിൽ പറയുമ്പോൾ റോമാ സാമ്രാജ്യത്തിലെ ഉള്ള ചരിത്രമാണ് സഭയുടെ അധികം പറയുന്നത്. പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ അധികം പറയാറില്ല. അതുകൊണ്ട് ചിലർ ഇതിനെപ്പറ്റി വേണ്ടുമെണ്ണം അറിഞ്ഞിട്ടില്ല. പക്ഷേ പേർഷ്യൻ സാമ്രാജ്യത്തിൽ ഈ സഭ വന്ന് ശക്തിയായി സെലൂഷ്യ ടെസിഫോൺ എന്നുള്ള സ്ഥലത്ത് വന്ന് അവിടെ നിന്ന് സ്ഥാപിച്ചു. പിന്നെ അത് പിന്നീട് ബാഗ്ദാദിലേക്ക് മാറി. പക്ഷേ ഒരു 11th സെഞ്ച്വറിയിലെ വാസ്തവത്തിലെ ലോകത്തിലെ ഈസ്റ്റിൽ മുഴുവൻ വ്യാപിച്ച് കിടന്നിരുന്ന ചൈനയിലും ജപ്പാനിലും ഒക്കെയുള്ള വലിയ സഭ പടിഞ്ഞാറൻ സഭയേക്കാൾ വലിയതായിരുന്നു എന്നാണ് അറിയപ്പെടുന്നതെന്ന്. പക്ഷേ പിന്നീട് ഇസ്ലാമിൻ്റെ പല കാരണങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ ഡിക്ലൈൻ ചെയ്തു പോയി. പിന്നെ ഇവിടെ പോർച്ചുഗീസുകാർ വന്നതിന് ശേഷം നമ്മുടെ സഭയ്ക്ക് ബിഷപ്പുമാർക്ക് വരാൻ പറ്റാതെയൊക്കെയുള്ള സാഹചര്യം വന്നു. തൃശ്ശൂരിലെ പുരാതന ക്രൈസ്തവ ദേവാലയമാണ് സഭയുടെ കത്തീഡ്രലായ മാർത്തമറിയം വലിയ പള്ളി. കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാൻ തൃശ്ശൂരിനെ വാണിജ്യ വ്യവസായ നഗരമാക്കാൻ സമീപ പ്രദേശങ്ങളിലെ 52 ക്രൈസ്തവ കുടുംബങ്ങളെ 1796 തൃശ്ശൂരിലേക്ക് ക്ഷണിച്ചു. തൃശ്ശൂരിലെത്തിയ ക്രിസ്ത്യാനികൾക്ക് പ്രാർത്ഥനയ്ക്ക് പള്ളി നിർമ്മിച്ചു നൽകാൻ രാജാവ് നിശ്ചയിച്ചു. അങ്ങനെ 1814 പള്ളിയുടെ നിർമ്മാണം പൂർത്തിയാക്കി. വ്യാകുലമാതാവിൻ പള്ളി എന്ന് നാമകരണം ചെയ്ത പള്ളിയാണ് പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ കത്തീഡ്രൽ പള്ളിയായി നിലകൊള്ളുന്ന മാർത്തമറിയം വലിയ പള്ളി. പുണ്യശ്ലോകരായ മെത്രാന്മാരാണ് സഭയെ നയിച്ചത്. 1861 ഇറാഖിലെ മൊസൂളിൽ നിന്നുള്ള മാർ തോമാ റോക്കോസ് മെത്രാപ്പോലിത്ത തൃശൂരിൽ സഭാധ്യക്ഷനായി ചുമതലയേറ്റു. അന്നത്തെ വൈദിക ശ്രേഷ്ഠനായിരുന്ന ഫാദർ ആന്റണി തൊണ്ടനാട്ടിന്റെ അഭ്യർത്ഥനയനുസരിച്ച് പരിശുദ്ധ പാത്രിയാർക്കീസ് മാർ ജോസഫ് ഔദോയാണ് മെത്രാനെ നിയോഗിച്ചയച്ചത്. അന്നത്തെ തിരുവിതാംകൂർ കൊച്ചി പ്രദേശത്തെ ക്രൈസ്തവർക്കിടയിലുണ്ടായ വിഭാഗീയത മൂലം മാർ തോമാ റോക്കോസ് മെത്രാപ്പോലിത്തയ്ക്ക് ഇറാഖിലേക്ക് മടങ്ങേണ്ടി വന്നു. 1862 മുതൽ 1903 വരെ പാത്രിയാർക്കീസായിരുന്ന മാർ റൂവേൽ ശീമോൻ ഫാദർ ആന്റണി തൊണ്ടനാട്ടിനെ ഇന്ത്യയുടെ ബിഷപ്പായി അഭിഷേകം ചെയ്തു. മാർ ഔദീശോ തൊണ്ടനാട്ട് എന്ന നാമധേയത്തോടെ അഭിഷിക്തനായ അദ്ദേഹം 1863 ഇന്ത്യയിൽ തിരിച്ചെത്തി. എന്നാൽ സ്ഥാനമേൽക്കാനാകാതെ പാലായ്ക്കടുത്ത വിളക്കുമാടം പള്ളിയിൽ വികാരിയായി സേവനമനുഷ്ഠിക്കേണ്ടി വന്നു. പിന്നീട് മാർ